ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്കുള്ള ഒരേ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ അച്ഛന് ജീവനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, മോളെ നീ ഒന്ന് എനിക്ക് തല മസാജ് ആക്കിത്താ, കാല് മസാജ് ആക്കിത്താ, എല്ലായിടത്തും മസാജ് ആക്കി തരാൻ പറയും. ഞാൻ പറയും, ഒന്ന് പോച്ച, എനിക്ക് മടിയാ. അപ്പം അച്ഛൻ പറയും, നിനക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിത്തരാം. അപ്പോൾ ഞാൻ പറയും, ചോക്ലേറ്റ് വാങ്ങിത്തരോ, എന്നാ മസാജ് ആക്കിത്തരാം. ഈ കഥയൊക്കെ ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം, 7 വയസ്സ് മുതൽ 7ാം ക്ലാസ് പഠിക്കുന്ന ടൈം വരെയായിരുന്നു അച്ഛന് ചോക്ലേറ്റ് വാങ്ങിത്തരാം എന്ന് പറയുമ്പോൾ ഞാൻ മസാജാക്കി കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ വലുതായല്ലോ, എനിക്ക് ഈ മസാജിലൊന്നും അല്ല ചോക്ലേറ്റിലൊന്നും ഒതുങ്ങിയില്ലല്ലോ. അപ്പോൾ അച്ഛനും കുറേ ട്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛന് ഞാൻ ആകെ ഉണ്ടായിരുന്ന ഒരു മോളായിരുന്നു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് അച്ഛൻ സാധിച്ചു തരും. ഇന്നേ വരെ എന്നോട് ഒരു കാര്യത്തിലും നോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛന് എന്നെ അത്രയ്ക്ക് ജീവനായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാനൊരു ആരംഭ കുഞ്ഞിയായിരുന്നു. ഞാൻ അച്ഛനും അമ്മയും നല്ല രീതിയിൽ പറ്റി ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എന്നറിയാതെ. അങ്ങനെ അച്ഛനോട് ഞാൻ വലുതാവും വരെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് നടന്നത് ബ്യൂട്ടിയോട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് ബ്യൂട്ടിയോട് കുറച്ച് താല്പര്യം കൂടുതലായിരുന്നു. അതായത് ശരീരം എങ്ങനെ കെയർ ചെയ്യാം, കൈയും കാലും എങ്ങനെ കെയർ ചെയ്യാം, എല്ലാം മുടികളായാലും ശരീരമായാലും സൗന്ദര്യമായാലും വെളുപ്പായാലും ഒക്കെ തന്നെ ഞാൻ കെയർ ചെയ്യുന്ന ഒരു രൂപത്തിലായിരുന്നു. അതായത് എനിക്ക് ഈ മാസത്തിൽ എനിക്ക് ഫേഷ്യൽ, ഹെയർ വാഷ്, ഹെയർ ഒക്കെ തന്നെ ചെയ്യണം. പിരികം ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ ഒക്കെ തന്നെ എനിക്ക് നല്ല താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് എന്നെ വളർത്താൻ കുറച്ച് പാടുപെട്ടെങ്കിലും പക്ഷെ അച്ഛന് എന്നോട് ഇന്നേ വരെ നോ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛന്റെ മോളുടെ ആഗ്രഹമായിരുന്നു അച്ഛൻ ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് അച്ഛന് വേറെ ഒരു കാര്യത്തിലും ഇറങ്ങത്തുള്ളൂ. അത്രക്കും ജീവനായിരുന്നു എനിക്ക്. എന്നെ അത്ര ഞാൻ ഈ അധികം അച്ഛനെ പറ്റുന്നത് കൊണ്ട് തന്നെ അച്ഛന് എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനും എന്നിൽ നല്ല രീതിയിൽ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനോട് ഒരു കാര്യം പറയുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒന്നും പ്രശ്നമില്ല, ഞാൻ ഹെയർ കളർ ചെയ്തതും ഒന്നും അമ്മക്ക് പ്രശ്നമില്ല. അമ്മക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യം, ഒന്ന് ടാറ്റു അടിക്കലും, ഒന്ന് എൻ്റെ മുകളിലുള്ള സ്റ്റഡ് കണ്ട, അതായത് കമ്മല്. ഇതാ ഇവിടെ കണ്ടോ, ഇതുപോലുള്ള കമ്മലിടുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കഴപ്പ് എന്ന് പറയുന്നത് എനിക്ക് കമ്മലിനോടല്ല. അതായത് എനിക്ക് പറയുന്നത് എല്ലാം സാധിക്കണം. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ പിരികത് കണ്ടോ, അവിടെ സ്റ്റഡ് കുത്തണം എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലുള്ള വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മക്ക് ടാറ്റു അടിക്കുന്നത് തന്നെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും ടാറ്റു അടിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ട രീതിയിലുള്ള ഇറക്കം കുറഞ്ഞതോ ഏത് ഡ്രസ്സ് ഇട്ട് എനിക്ക് എവിടെയും പോവാം. ഞാൻ ഇന്നേ വരെ ഇറക്കമുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഇറക്കം കുറഞ്ഞത് തന്നെയായിരുന്നു. അതൊന്നും എൻ്റെ അച്ഛനും പ്രശ്നമില്ല, എൻ്റെ അമ്മയ്ക്കും പ്രശ്നമില്ല, എൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല, നാട്ടുകാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതെനിക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ സ്ട്രൈറ്റ്, എൻ്റെ മുടി ജനിക്കുമ്പോൾ സ്ട്രൈറ്റ് ഹെയർ ആയിരുന്നു. എന്നാലും എൻ്റെ ഒരു കഴപ്പ് കാരണം ഞാൻ സ്ട്രൈറ്റ് മുടിയും ഒക്കെ ചെയ്യും. എൻ്റെ അച്ഛന് വലിയ കോടീശ്വരൻ എന്നല്ല, സാധാരണ ഒരു ജോലിക്കാരനായിരുന്നു, മാനേജറായിരുന്നു ദുബൈയിൽ. അങ്ങനെ ഞാൻ അച്ഛനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. അച്ഛാ, ഒരു ദിവസം അച്ഛൻ എന്നോട് മസാജ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ മസാജ് ചെയ്ത് തരാം, പകരം എനിക്ക് മസാജ് വേണ്ട. അപ്പം അച്ഛൻ ചോദിച്ചു, ദൈവമേ പിന്നെന്താ നിനക്ക് വേണ്ടത്, വേറെ വല്ലതും, ഇനി എന്നെ തല തിന്നാനാണോ നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു, നീ മുന്നേ പറയാറുണ്ടായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടി വേണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നല്ല, അതൊന്നും എനിക്ക് വേണ്ടേ വേണ്ട. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഡി ഞാൻ അത് നോക്കിയിട്ടുണ്ടടി. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഗഫൂർ ഖാനോട് പറഞ്ഞിട്ടുണ്ട് EMI സ്കൂട്ടി നോക്കണമെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് മാസം 3000 രൂപ അടച്ചാൽ തന്നെ നല്ലൊരു സ്കൂട്ടി കിട്ടുമെന്നായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സ്കൂട്ടി എനിക്ക് വേണ്ടേ. ഞാൻ പറഞ്ഞു, അതൊക്കെ വേണം, അതൊക്കെ അച്ഛൻ എപ്പോഴാണോ ക്യാഷ് സെറ്റ് ആകുന്നത്, അച്ഛൻ ഇന്ന് ക്യാഷ് സെറ്റെങ്കിൽ അച്ഛൻ ഇന്ന് വാങ്ങി തന്നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എപ്പോൾ വേണമെങ്കിലും വാങ്ങാൻ റെഡിയാണ്. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം പറയും, അച്ഛൻ എപ്പോൾ സാധിച്ചു തരുമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞാൽ മതി, അച്ഛൻ്റെ സമയം പോലെ എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അല്ല മോളെ അതൊക്കെ വിട്, മോളുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണ്. അച്ഛൻ കമിഴ്ന്ന് കാണുന്ന അച്ഛന് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണ്, ഇനി എന്നെ എങ്ങനെ കൊടുക്കാനാണ് നിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് എനിക്കിപ്പോ ഒരേ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ദൈവമേ നീ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാതെ നീ കാരണം പറടി. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ലൊരാഗ്രഹമായിരുന്നു എൻ്റെ പിരികത്തിനാണ് സ്റ്റഡ് കുത്തണമെന്ന്.
അപ്പൊ തന്നെ അച്ഛൻ 2 കൈയെടുത്ത് തലയിൽ വെച്ചു. ദൈവമേ, ഇതായിരുന്നു നിന്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞു, അതെ, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്കിത് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇത് നടക്കുന്ന കേസല്ല. ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്കിത് ചെയ്തേ പറ്റൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ല, നിന്റെ അമ്മയ്ക്ക് ഇതൊട്ടും ഇഷ്ടമല്ല, അത് നമ്മൾ ചെയ്യാനും പോകുന്നില്ല. വേറെ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ, ഞാൻ എല്ലാം സാധിച്ചു തരാം. നിനക്ക് എവിടെ വേണമെങ്കിലും ഞാൻ മസാജ് ചെയ്തു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, എവിടെ വേണമെങ്കിലും? ഏയ്, എനിക്ക് മസാജ് ഒന്നും വേണ്ട. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്നാ നമുക്ക് നോക്കാം. നാളെ ഞായറാഴ്ചയല്ലേ, നാളെ അമ്മയുടെ വീട്ടിൽ പോണ്. അപ്പൊ നീ ഇവിടെ നിൽക്ക്, നീ ഒറ്റക്കല്ലേ, ഞാൻ ചെയ്തു തരാം നിനക്ക് പറ്റുന്ന പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛനോ? അച്ഛൻ വേണ്ട, അച്ഛൻ ചെയ്തെന്ന് എനിക്ക് വേദന എടുക്കും. അച്ഛന് നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ അറിയുന്നല്ലേ, ആ അച്ഛൻ ചെയ്ത മോക്ക് വേദന എടുക്കോ? ഞാൻ പറഞ്ഞു, പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വേദന എടുത്തെങ്കിലോ. ഇല്ല, നിന്നെ ഞാൻ ഒട്ടും വേദനിപ്പിക്കാതെ നിനക്ക് ഞാൻ കുത്തിത്തരാം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛൻ എവിടെയോ ഡബിൾ മൈൻഡ് എടുത്തത് പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ പിന്നെ എൻ്റെ ആഗ്രഹം അത്ര തീവ്രത ആയതുകൊണ്ട് തന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ശരി, അച്ഛൻ എനിക്ക് ചെയ്തു തന്നാൽ മതി. അങ്ങനെ പിറ്റേ ദിവസം അന്ന് ഞാൻ സന്തോഷത്തിൽ ഉറങ്ങി. രാവിലെ ഒരു 11 മണിക്ക് എന്നെ അച്ഛൻ ഉറക്കുന്നത് നല്ല രീതിയിൽ അടിയൊക്കെ തന്ന്, ഇടി എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എണീച്ചു. എന്താ അച്ഛാ, നിനക്കല്ലേ കുത്തിത്തരണമെന്ന് പറഞ്ഞു, നീ വാ, എനിക്ക് നിന്റെ അമ്മയില്ല, ഇപ്പൊ നമ്മൾ രണ്ടുപേരും വീട്ടിൽ ഒറ്റക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ അതെയോ, ഞാനാണെങ്കിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു കിടക്കാറുണ്ടായത്. അച്ഛൻ വേഗം തന്നെ വന്ന് തച്ചത് വേറെ എവിടെയൊക്കെയായിരുന്നു. അപ്പൊ തന്നെ വിചാരിച്ചു, അയ്യോ അച്ഛൻ്റെ ഇന്നത്തെ മൂടൊട്ടും ശരിയില്ലല്ലോ. ഞാൻ അച്ഛനും വീട്ടിൽ ഒറ്റക്കായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, ദൈവമേ. അങ്ങനെ ഞാന് അച്ഛൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ കുത്തിത്തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ കൈ മുറുക്കെ പിടിച്ചു. അങ്ങനെ അച്ഛൻ അവിടെ ആ 2 സ്റ്റഡ് എടുത്ത് ഒരമർത്തല്. പക്ഷേ എൻ്റെ കൈ നിറയുന്നത് അച്ഛൻ്റെ വേറെ എവിടെയോ. മനസ്സിലായല്ലോ? അതായത് അച്ഛൻ അവിടെ അടിക്കുന്ന ടൈം ഞാൻ എവിടെയോ അറിയാണ്ടൊന്ന് പിടിച്ചുപോയി. അച്ഛനും വായവളന്ന്, ഞാനും വായവളന്ന്. പിന്നെ 1 മണിക്കൂറേക്ക് അച്ഛനും ഞാനും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ സൗണ്ടും അച്ഛൻ്റെ സൗണ്ട് കേട്ട് എൻ്റെ കിളിയും പോയി, എൻ്റെ സൗണ്ട് കേട്ട് അച്ഛൻ്റെ കിളിയും പോയി. അങ്ങനെ പിന്നെ അവിടെ നടന്നത് ചരിത്രമായിരുന്നു. സ്വന്തം അച്ഛനും മകളെ എന്നില്ലാതെയായിരുന്നു നമ്മൾ രണ്ടുപേരും എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മെമ്പർഷിപ്പിൽ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മെമ്പർഷിപ്പിൽ കിടുക്കാച്ചി വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ വലിയ സെലിബ്രിറ്റീസിനെ പോലെ 500 രൂപ 499 രൂപ എന്നില്ല, വെറും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപ മാത്രമാണ്. അപ്പം ഞാൻ ഇന്ന് മെമ്പർഷിപ്പിൽ 7 മണിക്ക് ഒരു ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രാത്രി കാണാം.